1,00,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഉറപ്പാക്കി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. ആരോഗ്യമേഖലയിലടക്കം വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉച്ചകോടിയിലുണ്ടായത്. യുഎയിലെ ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. ടാറ്റ വൻകിട ബോട്ട് നിർമ്മാണ യൂണിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, രണ്ടാം ദിവസവും വൻ പ്രഖ്യാപനങ്ങളാണ്. ചെറിയ സംരംഭങ്ങളടക്കം വലിയ നിക്ഷേപത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി, രണ്ടാം ദിവസവും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഈ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ 1,00,000 കോടി രൂപയിലധികം നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 1,00,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്തായാലും ഇന്ന് ടാറ്റ ഗ്രൂപ്പ് ഇത്തരത്തിലൊരു മലബാർ സിമന്റ്സുമായി സഹകരിച്ചുകൊണ്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ നിന്ന് വാടകയ്ക്കെടുത്ത സ്ഥലത്ത് ഒരു ബോട്ട് നിർമ്മാണശാല നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി ഒരു 6-അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ സർക്കാരുമായി ചർച്ച തുടരുകയും ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UAE ആസ്ഥാനമായ ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പ് 30,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു. ആസ്റ്റർ ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ കൃഷ്ണ ഗ്രൂപ്പ്, ലുലു ഗ്രൂപ്പ് ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വ്യവസായികളുമായൊക്കെ തന്നെ ഇത്തരത്തിൽ 1-to-1 ചർച്ചകളടക്കം ഇന്ന് നടത്തുന്നുണ്ട്. ഇപ്പോഴും വിവിധ സെഷനുകൾ പുരോഗമിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ, ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇന്ന് ഈ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വ്യവസായ മന്ത്രി ഈ 2 ദിവസത്തെ ഉച്ചകോടിയിൽ ആകെ വന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തും. എന്തായാലും നിരവധി കമ്പനികൾ, നിരവധി വ്യക്തികളൊക്കെ തന്നെ നിക്ഷേപം നടത്താൻ തയ്യാറായി വന്നിട്ടുണ്ട്. താൽപര്യപത്രങ്ങളാണ് നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത്, താൽപര്യപത്രങ്ങളാണ് നിലവിൽ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ധാരണാപത്രത്തിലേക്കും മറ്റും കടക്കുക. അതോടൊപ്പം തന്നെ നിരവധി വിദേശ കമ്പനികളും ഇത്തരത്തിൽ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും എത്രത്തോളം രൂപയുടെ നിക്ഷേപം ഉണ്ടാകും എന്ന കാര്യം ഉച്ചയ്ക്ക് ശേഷം വ്യവസായ മന്ത്രി P. രാജീവ് പ്രഖ്യാപിക്കും. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.